ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം. ഇന്ന് അടിപൊളി ഫിഷ് കറിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതും നല്ല ടേസ്റ്റി ആയിട്ടുള്ളതുമായ അയലക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടന്നാലോ? അതിന് മുമ്പായിട്ട് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അയല നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഒരു 7 മീഡിയം സൈസിലുള്ള അയലയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവ് കുറവാണെങ്കിൽ അതിനനുസരിച്ചിട്ട് കൂടുതൽ ഇട്ട് കൊടുക്കണേ. ഇനി കാശ്മീരി ചില്ലി പൗഡർ ഒരു 1/4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. ഒരു 1.5 ഇഞ്ച് നീളത്തിലുള്ള ഒരു പീസ് ഇഞ്ചി ചതച്ചെടുത്തിരിക്കുന്നതാണ്, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഒരു 4 പച്ചമുളക് നടുകെ കീറി വെച്ചിരിക്കുന്നതാണ്, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചുവന്നുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു കൈപ്പിടി ചുവന്നുള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ മീൻ കഷ്ണങ്ങൾ മുങ്ങിക്കിടക്കുന്ന രീതിയിലാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്, അതിന്റെ ഏകദേശം ഒപ്പം നിൽക്കുന്ന രീതിയിൽ. നമുക്കിത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാലയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് കുടംപുളിയാണ്. ഇനിയിപ്പോൾ ഒരു 3-4 പീസ് കുടംപുളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഓരോരുത്തരുടെയും പുളിക്കനുസരിച്ചിട്ട് കുടംപുളി ചേർത്ത് കൊടുക്കുക. ഇത് നമുക്ക് സ്റ്റവ് ഓൺ ചെയ്ത് വെച്ച് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് തിളയ്ക്കുന്ന വരെ ഹൈ ഫ്ലെയിമിൽ വെക്കുക. ഒരു മൂടി ഇതുപോലെ പകുതി തുറന്ന രീതിയിലാണ് വെച്ച് കൊടുക്കുന്നത്. ഇത് തിളയ്ക്കുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ തിളച്ച് തുടങ്ങുമ്പോൾ നമുക്ക് ഫ്ലെയിം കുറച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെക്കുക. ഒരു 10 മിനിറ്റാണ് ലോ ഫ്ലെയിമിൽ വെക്കുന്നത്. അപ്പോൾ അതാ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഗ്രേവിയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. നമ്മൾ തവി വെച്ചിട്ട് അധികം ഇളക്കണ്ട, അപ്പോൾ മീൻ കഷ്ണങ്ങൾ പൊടിഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി. തേങ്ങാപ്പാൽ ചേർക്കാനായിട്ട് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഈ സ്റ്റേജിൽ കുറച്ച് പച്ചവെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർത്ത് ഒന്ന് അടച്ചു വെച്ചാൽ മതി 5 മിനിറ്റ്. അതിനുശേഷം നമുക്ക് സെർവ് ചെയ്യാം. അടിപൊളി ടേസ്റ്റാണ് അങ്ങനെയും കഴിക്കാനായിട്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1.5 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്, അത് ഒഴിച്ചു കൊടുക്കാം. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ടേസ്റ്റ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൽ ഉപ്പ് കുറച്ച് കുറവാണ്, അപ്പോൾ അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ചെറുതായിട്ട് ഇതുപോലെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അധികം തിളപ്പിക്കണ്ട. അധികം തിളപ്പിച്ച് കഴിഞ്ഞാൽ തേങ്ങാപ്പാൽ ചേർത്ത് അധികം തിളപ്പിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എണ്ണ തെളിഞ്ഞ പോലെയൊക്കെ ഉണ്ടാവും. അപ്പം ഞാൻ അങ്ങനെ ചെയ്തെടുക്കാറില്ല. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങനെയാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. ഞാനപ്പോൾ ചെറുതായിട്ട് തിളച്ച് തുടങ്ങുമ്പോഴേക്കിനും ഫ്ലെയിം ഓഫ് ചെയ്ത് താഴെ ഇറക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു പാൻ നന്നായിട്ട് ചൂടാവുമ്പോൾ അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായിട്ട് വരുമ്പോൾ ഒരു നുള്ള് ഉലുവയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതൊന്ന് പൊട്ടി വരുമ്പോൾ 3-4 ചുവന്നുള്ളി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതും അടിപൊളി ടേസ്റ്റ് ഉള്ളതുമായ ഒരു മീൻ കറിയാണ്. അപ്പോൾ ഞാൻ വേറൊരു തരത്തിലുള്ള അയലക്കറിയുടെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ പേര് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ. താഴെ ലിങ്ക് കൊടുക്കാം കേട്ടോ. പലതരത്തിലുള്ള മീൻകറികളുടെ റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വെജിറ്റേറിയൻസിനാണെങ്കിൽ വെജിറ്റേറിയൻ ഡിഷസ് ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസും എല്ലാതും. അപ്പോൾ എല്ലാവരും അതൊന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. മീൻ കഷ്ണങ്ങൾ ഒട്ടും പൊടിഞ്ഞു പോവാതെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്.